ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോമ്പ് 24-ൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പം മോർണിംഗ് എഴുന്നേറ്റു. സ്ഥിരം വന്ന ആളിതാ ഇവിടെ കയറി കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ റെഡിയായിട്ട് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണേ. അപ്പം അങ്ങനെ നമ്മളിതാ ഇറങ്ങി, എന്നിട്ട് നേരെ പോവാണ്. അപ്പോൾ വേറെ എവിടെയല്ല, എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഉച്ചക്കാട്ടോ നമ്മൾ ഇറങ്ങിയത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉമ്മ എന്നിട്ടും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ ബാക്കിലാട്ടോ പോയത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ ഓട്ടോയിൽ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ആകെ കൂടെ എന്തൊക്കെയല്ലോ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പർദ്ദയായിരുന്നു ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ, പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടത്തായിരുന്നു പോയത്, നല്ല വെയിലായിരുന്നു. ഉച്ച ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിലൊക്കെ കയറി കുറച്ച് സമയം വന്ന് അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ പുറത്ത് വന്നിരുന്നു കേട്ടോ. പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നേ. അങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. പിന്നെന്താ കുറച്ച് സമയം ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനിരുന്നു. കായ്പോള, പഴംപൊരി, ഉള്ളിവട, പിന്നെ വാട്ടർമെലൺ, അതുപോലെ തന്നെ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ വേറെ റൂട്ടിലൂടെ ആയിട്ടാണ് നടന്നിട്ട് പോയത്. അടിപൊളി നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് പോകുന്നത്. അവിടെയൊക്കെ മൊത്തം വയലും മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെ പോവാട്ടോ. അങ്ങനെ തിരിച്ചെൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. എന്നിട്ട് ഫാത്തിൻ്റെ വീട്ടിൽ പോയതാട്ടോ. നമ്മളിപ്പോൾ സ്ഥിരം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ലൈമൊക്കെ കുടിച്ചു. അവിടുത്തെ പേരക്ക നല്ല ചുവന്ന കളർ പേരക്ക കേട്ടോ. അങ്ങനെ അവിടുന്ന് പേരക്കയൊക്കെ കഴിച്ച്. അപ്പോൾ അനിയത്തിയും ഫാത്തിയും പേരയ്ക്ക് നോക്കി നടക്കലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഒരു ക്യാരറ്റ് പോലെ കഴിച്ചിട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. പൂരിയും ബജിക്കറിയായിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ബജിക്കറി ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ സെറ്റായി. പൂരി ആണെങ്കിൽ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്ത്. അപ്പോൾ ഞാനാണെങ്കിൽ കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചു. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. പൂരിയും ബജിക്കറിയും പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കൊണ്ടാട്ട മുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഒന്നിച്ച് ഞാൻ കോംബോ ആക്കിയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.